രണ്ടമ്മമാരും കൂടെ ഒരുമിച്ച് ജോയിൻ ചെയ്യുന്ന അസുലഭ മുഹൂർത്തമാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. പച്ചരി കുതിർത്തിയതിന് ശേഷം മിക്സിയിൽ ചെറിയൊരു തരിതരിപ്പായിട്ട് അരച്ചെടുക്കുക. അതിൻ്റെ ശേഷം കുറച്ച് ആദ്യം ശർക്കര ഉരുക്കി വെക്കണം കേട്ടോ. ശർക്കര ചെറിയൊരു ചൂടിലാണ് മാവിലേക്ക് ഒഴിക്കേണ്ടത്. ആ ശർക്കര പാനി അതൊരു ചെറിയ ചൂടിൽ ഒഴിക്കണേ. നല്ല തിളച്ചതും ആവരുത്, നല്ലോണം ചൂട് ആറാനും പറ്റില്ല. പിന്നെ ഏലക്കായ പച്ചരിയുടെ കൂടുതൽ അരി അരയ്ക്കുന്ന സമയത്ത് അതിലേക്ക് ഇട്ട് പൊടിച്ചാൽ മതി. അപ്പോൾ ടേസ്റ്റ് ആയിട്ട് വരും. അതിൻ്റെ തൊലിയൊക്കെ അതിൽ അരഞ്ഞ് ചേരും കേട്ടോ. അതേപോലെ ജീരകം അരയ്ക്കരുത്, അല്ലാതെ അതിൽ മാവിലേക്ക് ഇടുകയാണ് ചെയ്യുക. പിന്നെ എള്ള് കഴുകി റെഡിയാക്കിയിട്ട് അത് മാവിലേക്ക് ഇടുക. പിന്നെ പിന്നെ ഒരു സ്പൂണ് നെയ്യ് ചേർക്കുക. പിന്നെ തേങ്ങാക്കൊത്ത് പിന്നെ നെയ്യിൽ വറുത്തതിന് ശേഷം അതും കൂടി ഇട്ടിട്ട് കുറച്ച് പിന്നെ വെള്ളം നമുക്ക് പോരാത്തുണ്ടെങ്കിൽ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക, ചേർത്ത് കൊടുക്കുക. അത് ഒരുപാട് ലൂസാവും ചെയ്യരുത്. ഈ പരിവാണ്. ഇങ്ങനെയാണ് മാവിൻ്റെ പരിവ കേട്ടോ. 4 മണിക്കൂർ 6 മണിക്കൂറൊക്കെ വെക്കാം. 4 മണിക്കൂർ മതി. ഞാൻ ഉണ്ടാക്കുമ്പോൾ അത്ര ഞാൻ വെക്കാം. അമ്മ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുള്ള മാവ് ഈ പരുവത്തിലാട്ടോ ഒഴുക്കിയ. ഇതാ ഇങ്ങനെ ഇതാണ് പരുവം മാവിൻ്റെ.